നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാമ്പൻപാറയിലാണ്. ആറുപുറം ലതയുടെ പുരയിടത്തിലാണ് നിൽക്കുന്നത്. ഇവരുടെ കൃഷിയിടത്തിലെ കവുങ്ങുകൾ ഇന്ന് രാവിലെ ഒരാൾ വന്ന് വെട്ടി നശിപ്പിച്ചു. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ പേരിലാണ് ഈ കവുങ്ങുകൾ വെട്ടി നശിപ്പിച്ചത്. ഇവർക്ക് കൃഷി മാത്രമാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗം. അതുകൊണ്ട് തന്നെ കൃഷിയെ ആശ്രയിച്ചാണ് ഈ കുടുംബം കഴിയുന്നത്. ഇവർ നെടുങ്കണ്ടം സ്വദേശികളാണ്. ഇവിടെ വന്ന് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കാമെന്നുള്ള കരുതലിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടു. ഈ സ്ഥലം സംബന്ധിച്ച് എന്തൊക്കെയോ തർക്കങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് എന്നാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ പ്രദേശത്ത് വന്ന് ഇന്ന് രാവിലെ ഇവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾ ഈ ഭൂമിയിൽ വന്ന് കവുങ്ങുകളെല്ലാം വെട്ടി നശിപ്പിച്ചു. ഈ ഭൂപ്രദേശത്ത് മുൻപും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറയൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർ പലവട്ടം പരാതി നൽകി. പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും ഇതുവരെ അന്വേഷിക്കാൻ എത്തിയിട്ടില്ലെന്നാണ് ലത പറയുന്നത്. എൻ്റെ പേര് ലത, എൻ്റെ ഭർത്താവിൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞങ്ങൾ പാമ്പുംപാറയാണ് താമസിക്കുന്നത്. ഞങ്ങൾ പക്ക കൃഷിക്കാരാണ്. ഇന്ന് രാവിലെ 6 മണിയായപ്പോൾ ഒരാൾ വന്ന് ഞങ്ങളുടെ കൃഷി മൊത്തം ഒരു 10-50 കമുങ്ങ് വെട്ടി നശിപ്പിച്ചു. ആനശല്യമുള്ള സ്ഥലമാണ്. എർത്തിൻ്റെ മൊത്തം കമ്പിയും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ ഇതുപോലൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വന്നത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ വീടിനടുത്ത് മറ്റ് വീടുകളൊന്നുമില്ല. ഒന്ന് കായ കൂവിയ പോലും ആരും ഓടി വരാനോ ഒന്നുമില്ല എന്ന് കറക്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാവിലെ 6 മണിക്ക് വന്ന് ഇത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പല പ്രാവശ്യമായിട്ട് ഈ പുള്ളിക്കാരൻ തന്നെ വന്ന് ഞങ്ങൾക്ക് പല പ്രാവശ്യമായിട്ട് ഇപ്പം രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ കൂടുതലായിട്ട് വന്ന് കമുങ്ങ് വെട്ടിക്കളയുകയും എർത്തിൻ്റെ കമ്പി കണ്ടിച്ച് കളയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പല പ്രാവശ്യം ഒരു 7-8 പ്രാവശ്യം മറയൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുള്ളതാണ്. 3 SP-ക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. കൃഷിയല്ലാതെ വേറെ ഒരു ജീവിത മാർഗ്ഗവും ഇല്ല. ഇത് ഞങ്ങളുടെ ജീവിത മാർഗ്ഗമാണ്. ഈ മറയൂരിനെ സംബന്ധിച്ച് ഒരു കൂലിപ്പണി പോലും ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര ഉള്ളിൽ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായിട്ട് അവന് അപേക്ഷിക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ലത ആവശ്യപ്പെടുന്നത്. പാമ്പൻപാറയിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.